തെരഞ്ഞെടുപ്പ് വിജയത്തിന് കോൺഗ്രസ് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച 8 കള്ളങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആ 8 കള്ളങ്ങളിൽ ഒന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. എങ്ങനെയാക്കും? നമ്മൾ ഇപ്പോൾ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നത് ഒരു കമ്പനി വഴിയാണ്. ആ കമ്പനി വഴിയാണോ 3000 രൂപയാക്കുന്നത്, അതോ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുമോ? സതീശൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര രണ്ടാമത്തെ കള്ളം. ഏത് ബസ്സിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര? സൂപ്പർ ഡീലക്സ് ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുമോ? ദീർഘദൂര ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുമോ? സൂപ്പർ ഫാസ്റ്റിൽ സൗജന്യ യാത്ര അനുവദിക്കുമോ? വ്യക്തതയില്ല. എന്ന് മുതൽ സൗജന്യ യാത്ര അനുവദിക്കും? വ്യക്തതയില്ല. 3, ഉമ്മൻചാണ്ടി ഇൻഷുറൻസ്. മൂന്നാമത്തെ കള്ളം. 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. അതിൻ്റെ പ്രീമിയം എത്ര? വാർഷിക പ്രീമിയം എത്ര? വ്യക്തതയില്ല. 4ാമത്തെ കള്ളം, വയനാട് ടൗൺഷിപ്പിനെ കുറിച്ച് വി ഡി സതീശൻ പറഞ്ഞതാണ്. 300 വീട് വയ്ക്കും, 30 സെക്കൻഡ് കൊണ്ട് 300 വീട് വയ്ക്കും. ഇതായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത്. അത് വയനാടുകാർ വിശ്വസിച്ചു. മുമ്പ് വയനാടുകാർ TCT MLA കൂവി ഓടിച്ച ചരിത്രമുണ്ട്, ടൗൺഷിപ്പ് കാണാൻ വന്ന്. ഇപ്പോൾ 30 മിനിറ്റ് കൊണ്ട് 30 സെക്കൻഡുകൾ കൊണ്ട് 300 വീട് വയ്ക്കും എന്നുള്ള കള്ളം, 4ാമത്തെ കള്ളം ജനങ്ങൾ വിശ്വസിച്ചു. കോൺഗ്രസ് ഓഫർ ചെയ്ത വീട് പോലും പണിതീരാതെ നിൽക്കുന്ന സാഹചര്യത്തിലും ഈ കള്ളം വിശ്വസിക്കാൻ ജനങ്ങൾക്ക് ആയി. ന്യൂനപക്ഷത്തെ വളരെ ആശങ്കപ്പെടുത്തിയത് 5ാമത്തെ കള്ളമാണ്. CPM BJP ഡീൽ നടക്കുന്നു എന്നുള്ള കള്ളം. CPM BJP ഡീലാണ് കേരളത്തിൽ നടക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് CPM-ഉം RSS-ഉം തമ്മിൽ ഡീൽ നടന്നിരുന്നു എന്ന് ഉദാഹരണ സഹിതം കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥ കാലം ചോര പുരണ്ട ഒരു അധ്യായമാണ്. RSS-ഉം CPM-ഉം അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ പൊരുതിയ കാലം. ആ കാലം ഓർമ്മിപ്പിക്കുമ്പോൾ അത് ഇന്നത്തെ കാലമല്ല. യഥാർത്ഥത്തിൽ ഡീൽ നടന്നത് CPM-ഉം കോൺഗ്രസും BJP-യും തമ്മിലാണ്. തിരുവനന്തപുരത്തെ നേമത്ത് ശബരിനാഥൻ എന്ന ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസ്സിന് വോട്ട് മറച്ചത് ആരാണ്? മുമ്പ് ഞാനൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, പ്രേക്ഷകർക്ക് പരിശോധിക്കാമെന്നാണ്. കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദിനെ വെറുതെ നിർത്തി കോൺഗ്രസ്സിന് വോട്ട് മറച്ചത് ആരാണ്? അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. ചാത്തന്നൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയ വോട്ടെത്ര? അവിടെ BJP സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് വോട്ട് മറിച്ചു. മാത്രമല്ല 20ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് BJP ഡീൽ നടന്നു. 20ഓളം സീറ്റുകൾ BJP 2020 അടക്കമുള്ള ഘടകകക്ഷികൾക്ക് കൊടുത്തു. അഖിൽ മാരാറേയും അഞ്ജലി നായരെയും ഒക്കെ നിർത്തിയത് എന്തിനാണ്? ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത് കോൺഗ്രസ് BJP ഡീൽ കേരളത്തിൽ വ്യാപകമായി നടന്നു എന്നുള്ളതാണ്. മലപ്പുറത്ത് മുസ്ലിം ലീഗ് ജയിച്ച മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് വളരെ കുറഞ്ഞത് ശ്രദ്ധേയം. അത് BJP-യുടെ തന്ത്രമായിരുന്നു. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പരമാവധി വിജയിപ്പിച്ച് അടുത്ത ഭരണത്തിൽ മുസ്ലിം ലീഗിന് അപ്രമാദിത്വം നേടിക്കൊടുത്ത് കേരളത്തിൽ മുസ്ലിം സമുദായം ആധിപത്യം പുലർത്തുന്നു എന്ന് തെളിയിക്കാൻ BJP മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് വോട്ട് മറിച്ചു. മറ്റൊരു വലിയ കള്ളം, ആശാ വർക്കർമാർക്ക് 28,000 രൂപ ഓണറേറിയം പ്രഖ്യാപിക്കും എന്നുള്ളതാണ്.
ആശാവർക്കർമാർക്ക് എവിടെ നിന്ന് ഓണറേറിയം പ്രഖ്യാപിക്കും? കേന്ദ്രമാണ് അവർക്ക് പണം നൽകേണ്ടത്. യു ഡി എഫ് സർക്കാർ കയ്യിൽ നിന്ന് എടുത്ത് നൽകുമോ എന്ന ചോദ്യം ബാക്കി. മറ്റൊരു കള്ളം CPM വർഗീയത പ്രചരിപ്പിക്കുന്നു എന്നാണ്. എവിടെയാണ് CPM വർഗീയത പ്രചരിപ്പിച്ചത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയത പറഞ്ഞു. ശിവൻകുട്ടി വർഗീയത പറഞ്ഞു. CPMലെ ഏതെങ്കിലും ഘടകകക്ഷികൾ, മന്ത്രി P. പ്രസാദ് അടക്കമുള്ള ഘടകകക്ഷികൾ വർഗീയത പറഞ്ഞു? ഇല്ല. ഹിന്ദു സമുദായത്തെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു പ്രചരണം, അത് 8ാമത്തെ വലിയ കള്ളം, മുസ്ലിം മത തീവ്രവാദ സംഘടനകളുമായി CPM കൂട്ടുചേരുന്നു എന്നുള്ളതായിരുന്നു. അത് ഹിന്ദുക്കളെ അസ്വസ്ഥരാക്കി. അതൊരു വലിയ കള്ളമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേർന്നത് ആരാണ്? SDPI വോട്ടുകൾ രഹസ്യമായി ചോദിച്ചു വാങ്ങിയത് ആരാണ്? ഇതൊക്കെ വലിയ ചരിത്രമാണ്. ഗോൾവാക്കറുടെ ചിത്രത്തിൽ വിളക്ക് കൊളുത്തുന്ന BD സതീശൻ, പകുതി സംഖ്യയും പകുതി കോൺഗ്രസ്സുകാരനുമായ BD സതീശനും കൂട്ടരും പറഞ്ഞ ഈ 8 കള്ളങ്ങൾ ജനം വിശ്വസിച്ചു. അതാണ് വലിയൊരു വിജയം UDFന് സമ്മാനിച്ചത്. കള്ളങ്ങൾക്ക് ആയുസ് കുറവാണ്, കള്ളത്തരങ്ങൾക്ക് ആയുസ് കുറവാണ്. ജനം 6 മാസത്തിനുള്ളിൽ അതൊക്കെ വിശ്വസിക്കും. 6 മാസം കൊണ്ട് ജനം തലയിൽ കൈവയ്ക്കും. ഞങ്ങൾ ചെയ്തത് അബദ്ധമായി പോയി എന്ന്, ഞങ്ങൾ കാണിച്ചത് വലിയൊരു മണ്ടത്തരമായി പോയി എന്ന്, ഞങ്ങൾ കാണിച്ചത് ചരിത്രപരമായ തെറ്റായിപ്പോയി എന്ന്.